നമസ്കാരം, ഫ്ലോട്ടിംഗ് വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് മെഴ്സിഡസ് ബെൻസിന്റെ W123 240D എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെഴ്സിഡസ് ബെൻസിന്റെ മോഡലുകളിൽ ഒന്നാണ് ഈ ഒരു വാഹനം. പിന്നെ ഈ വാഹനം ഏകദേശം 1975 മുതൽ 1986 വരെയായിരുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 11 ഇയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ അത് കൂടാതെ ഓൾമോസ്റ്റ് 2.7 മില്യൺ വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഈ വാഹനം റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അക്രോസ് ദ വേൾഡ് വൈഡ് അത്രയും വാഹനങ്ങളാണ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡ് ചെയ്യപ്പെട്ട ഒരു വാഹനമായിരുന്നത്. ഇത് പല കാറ്റഗറികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സലൂൺ മോഡൽ, സെഡാൻസ്, സ്റ്റേഷൻ വാഗൺ, എസ്റ്റേറ്റ് മോഡൽസ്, ലിമോസിൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്ത് ഇറക്കപ്പെട്ട ഒരു വാഹനമാണിത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 1984 മോഡൽ ഒരു വണ്ടിയാണുള്ളത്. ഈ വാഹനം രണ്ട് വേരിയന്റിലായിരുന്നു വന്നിരുന്നത്, 1 പെട്രോൾ ആൻഡ് 1 ഡീസൽ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 2400 ഡീസൽ മാനുവൽ എഞ്ചിനാണുള്ളത്. ഈ വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം 5 ലക്ഷം മുതൽ 10 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയാൽ പോലും ഈ വാഹനത്തിന് വളരെ മൈനറായിട്ടുള്ള മെക്കാനിക്കൽ പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടാക്സി ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാഹനമായിരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനം കൂടെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് 9 മുതൽ 12 മാസം വരെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു. അത്രത്തോളം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ വാഹനം കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർ ബുക്ക് ചെയ്ത് വാഹനം വാങ്ങിയിട്ട് ആവശ്യക്കാർക്ക് കൂടുതൽ റേറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രത്തോളം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ്. ഇന്ത്യയിലാണെങ്കിൽ പോലും ഇതിന്റെ ഡീസൽ വേരിയൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഹനം ഫുള്ളി സ്റ്റോക്ക് വെഹിക്കിളാണ്. ഇതിനകത്ത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് കൂടുതൽ ഓൾട്രേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇറങ്ങിയ സമയത്ത് 4 വീലും ഡിസ്ക് ബ്രേക്കോട് കൂടി വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അതുകൂടാതെ 4 ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും കൂടെ. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ യാത്ര അത്രത്തോളം സുഖകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ എന്താ പറയാ, ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഈ വാഹനം. പണ്ടത്തെ ക്രോം ഫിനിഷും എല്ലാം പക്ക നീറ്റായിട്ട് ചെയ്ത് അതുപോലെ നിലനിർത്താനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാഹനത്തെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വാഹനം 1985-86 ആ സമയത്ത് ഇത് ശരിക്കും ഇമ്പോർട്ട് ചെയ്ത വാഹനമാണ്. കാരണം ആ സമയത്ത് ഇവിടെ മെഴ്സിഡസ് ബെൻസിന്റെ ഷോറൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അറൌണ്ട് 1995 ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണ് ഷോറൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയി തുടങ്ങിയത്. സോ അതുവരെയുള്ള വാഹനങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്ത വാഹനങ്ങളാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ ജർമ്മൻ മെയ്ഡ് ആണല്ലോ. അതെ. എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് ഇവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണെങ്കിലും ജർമ്മൻ ആണെങ്കിലും അവർ അന്നത്തെ കാലത്ത് അത്രയും ഈ കാറിനകത്ത് കൊടുക്കാൻ പറ്റണ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ശേഷമാണ്. ഏകദേശം 7-8 വർഷത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഓവർ എഞ്ചിനീയർഡ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ വാഹനത്തെ. അങ്ങനെ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റർ കൺസോൾ ആക്ച്വലി മാറിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡീസൽ വേരിയന്റിൽ RPM മീറ്റർ വരുന്നില്ല. പക്ഷെ ഇതിന്റെ പെട്രോൾ വേരിയന്റിൽ വരുന്നതാണ് അതാണ് ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റർ കൺസോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിന്റെ എന്താ പറയുക, പഴയ കാസറ്റ് പെയർ ആണ് ഈ വണ്ടിക്കകത്ത് വന്നിരുന്നത്. പക്ഷെ ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് അല്ല വരുന്നത്. അത് കൂടാതെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ AC വരുന്നില്ല എന്നുള്ളതാണ്. കാരണം തണുപ്പുള്ള കൺട്രീസിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം ആയതുകൊണ്ട് തന്നെ അവിടെ ACയുടെ ആവശ്യം വരുന്നില്ല. സോ ഹീറ്റർ വരുന്നുണ്ട്, ബ്ലോവർ ഉണ്ട്, പക്ഷെ കംപ്രസർ വരുന്നില്ല. പിന്നെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് പവർ വിൻഡോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ബെൻസിന്റെ തൊട്ടടുത്തൊരു 300 മോഡലില് ഇത് പറഞ്ഞ എല്ലാ ഫീച്ചറും അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന 2.4 വേരിയന്റിൽ അത് അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈവൻ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുവാണെങ്കിൽ പോലും നമ്മുടെ ബാക്കിയുള്ള കാർ അന്ന് 800 ഒക്കെ ഇവിടെ വന്നു തുടങ്ങണുള്ളൂ. അതെ. അന്നത്തെ കാലത്തും ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചറുകൾ വേറെ കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വാഹനം ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലക്ഷറി ബ്രാൻഡ് വാഹനം. അതിന്റെ അകത്ത് ഒരു ക്ലോക്ക് വരുന്നുണ്ട്. അതെ. അപ്പം ആ കൺസോളിൽ തന്നെ. അതെ. പിന്നെ ഇതിന്റെ എന്താ പറയാ, ഇഗ്നിഷൻ സ്വിച്ച് വരുന്ന ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. ഇതിന്റെ ഓണും ഓഫും ഇവിടെ തന്നെ ഈ സ്വിച്ചിൽ തന്നെയാണ് വന്നിരുന്നത്. പിന്നെ ഇതിന്റെ വാക്യൂം ലൈനിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വാക്യൂം ലൈനിലായിരുന്നു. ഈ ഇലക്ട്രോണിക് എന്ന ലൈൻ ഉണ്ടായിരുന്നില്ല. വാക്യൂം ലൈൻസ് ആണ് ആ ഒരു സമയത്ത് വരുന്ന. ഈവൻ ആന്റിന, അതെ. പിന്നെ പവർ വിൻഡോസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വാക്യൂം ലൈനിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതിന്റെ മിററിന്റെ സൈഡ് അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നോബാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാനുവലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ എന്താ പറയാ, നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് വരിക. സാധാരണ എല്ലാ വാഹനങ്ങൾക്കും റൈറ്റ് സൈഡിലാണ്. പക്ഷെ ഈ പ്രത്യേകിച്ച് മെഴ്സിഡസിന്റെ
ആ ഒരു ടൈമിലുള്ള വാഹനങ്ങൾ, അത് കഴിഞ്ഞ് കുറച്ച് കാലം മുന്നോട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. പിന്നെ അതുകൂടാതെ അതിന്റെ ഹാൻഡ് ബ്രേക്ക് റൈറ്റ് സൈഡിൽ ഡാഷ്ബോർഡിലായിട്ടാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ വരിക, ഹാൻഡ് ബ്രേക്കിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അതിന്റെ ഈ ക്രോം ഫിനിഷ് വന്നേക്കണ ഒരു വലിയ ഗ്രില്ലാണ്. അതേപോലെ തന്നെ അതിന്റെ ഒരു നീണ്ടു നിവർന്ന് നടക്കുന്ന ഹെഡ്ലൈറ്റ് പോർഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മെഴ്സിഡസ് ബെൻസിന്റെ അറിയാലോ, ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ലോഗോ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ 2 പോർഷനായിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. 2 ബൾബുകൾ നമുക്ക് കാണാം. അതുകൂടാതെ നമ്മുടെ ഇൻഡിക്കേറ്റർ പോർഷൻ ഇവിടെ വലിയ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊന്നും ഇൻഡിക്കേറ്റർ ഇല്ല, ഉള്ളി സൈഡിലും ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇത് ഷോർട്ട് ബമ്പർ ആണ് വരുന്നത്. ബെൻസിന്റെ ഒരു മോഡലില് 3 ലിറ്റർ വേരിയന്റിൽ അതിന്റെ കുറച്ചും കൂടെ ലോങ് ബമ്പർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ ഈ ക്രോം ഫിനിഷിൽ വന്നേക്കുന്ന ഒരു ബീഡിങ് ഈ വണ്ടിയുടെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈവൻ ആ ഗ്ലാസ്സിലാണെങ്കിലും. അതെ അതെ അതെ, ക്രോം ഫിനിഷ് ആ ഒരു സമയത്ത് ക്രോം ഫിനിഷ് കുറച്ച് നല്ല രീതിയിൽ എല്ലാ വാഹനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതെ. പിന്നെ നമ്മുടെ വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 14 ഇഞ്ച് വീൽസ് ആണ് ആ സമയത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആ സമയത്ത് വരുന്ന വീൽ കപ്പ്, ഒറിജിനൽ ആയിട്ടുള്ള വീൽ കപ്പാണ് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്ക് ആണ്, ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം അതിന്റെ ആ ഒരു ക്രോമിന്റെ ആ ഒരു അതിപ്രസരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കംപ്ലീറ്റ് ക്രോം ഫിനിഷിലാണ് വരിക. പിന്നെ ആ സമയത്ത് ഇറങ്ങിയ ചില വാഹനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കി ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ ഭാഗത്തൊരു ഹോള് അവർ കൊടുത്തിട്ടുണ്ട്. ആ റണ്ണിംഗ് ബോഡി തന്നെയാണ് അതിന്റെ ആ ഒരു 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതെ അതെ. ഇപ്പോൾ വാഹനത്തിന്റെ ബാക്കിൽ ഡിക്കി പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ബൂട്ട് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബെൻസിന്റെ തന്നെ ഒരു വലിയ ലോഗോ, ആ ഒരു 3 സ്പോക്ക് ലോഗോ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 240D എന്നുള്ള ബാഡ്ജിങ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ആ സമയത്തൊക്കെ ഈ ആന്റിനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആന്റിനയാണ്. നമ്മൾ പ്ലെയർ ഓൺ ആക്കുമ്പോഴേക്കും FM ഓൺ ആകുമ്പോഴേക്കും അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് പൊങ്ങുക ചെയ്യുക. പിന്നെ അതുകൂടാതെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ സമയത്ത് തന്നെ വാഹനത്തിൽ ഡീഫോഗർ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഡീഫോഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ട്. അതെ, ഇതെന്ന് വെച്ചാൽ ആ ഒരു കൺട്രിയിൽ ഇറക്കുന്നുണ്ട്, അവിടെ ഇതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ പോലെ അല്ല, അവിടെ തണുപ്പുള്ള കൺട്രീസ് ഒക്കെ ആകുമ്പോൾ അവിടെ എന്തായാലും ഡീഫോഗർ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ അടുത്ത കാലങ്ങളിലാണ് ഇന്ത്യയിൽ ഈ ഡീഫോഗർ ഉള്ള വണ്ടികളൊക്കെ. അതെ, നമ്മുടെ ഇവിടെ വരുന്ന മാനുഫാക്ചറേഴ്സ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. പക്ഷെ പുറത്തുമേയുള്ള വാഹനങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇതൊരു പുതുമയായിരുന്നു, ഒരു കൗതുകമായിരുന്നു. പിന്നെ നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ പക്ക സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. എഞ്ചിനിൽ യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ആ വാഹനങ്ങളിൽ വാക്വം ലൈൻ വരുന്നത് ഓൾട്ടർനേറ്റർ പോർഷനിൽ നിന്നാണ്. പക്ഷേ ഇത് എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഇതിന്റെ വാക്വം ലൈൻ വന്നിരിക്കുന്നത്. അതുകൂടാതെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗിന്റെ യൂണിറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ ബൂസ്റ്റർ ബ്രേക്കിന്റെ യൂണിറ്റ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പഴയ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജാൽവയുടെ ഹോൺ. ആ ഹോൺ ഇതിനകത്ത് അവരത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടീനെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.